ഹായ് ഹലോ ജെസ്സി അമ്മ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങളോട് പറയാൻ വന്ന വിഷയം കേരളക്കരയ്ക്ക് മൊത്തം അറിയാവുന്ന കൂടത്തായി ജോളിയെ പറ്റിയാണ്. അപ്പോൾ കൂടത്തായി ജോളി കൊലപാതക പരമ്പരകൾ തന്നെ സൃഷ്ടിച്ചിട്ട് ജയിലിനകത്ത് പോയിട്ട് നല്ല കുട്ടിയായിട്ട് പഠിക്കുന്നു. അങ്ങനെ ബിരുദ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം പരീക്ഷ സെൻറ്ററിലേക്ക് ജോളിയെ പോലീസുകാർ കൊണ്ടുവന്നപ്പോൾ ജോളിയുടെ വേഷം കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. വെൽ ഡ്രസ്ഡ്, അതായത് ജീൻസ് പാൻറ്റ്, കോട്ട്, അതിൻ്റെ അടിയിലൊരു വെള്ള ടീഷർട്ട് ഒക്കെ പുരികമൊക്കെ നല്ല ക്ലീൻ ചെയ്തു, അതായത് ഒരു പക്ക സെലിബ്രിറ്റി ഒരു ഫങ്ഷന് വരുന്ന തലയെടുപ്പോടുകൂടി വരുന്നു. അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ അതിശയിച്ചു പോയി. ഒന്നുമില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് വേറും എന്താ പറയുക, വേറെ പാവപ്പെട്ടൊരു കുടുംബത്തിൽ നിന്ന് അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ളൊരു കുടുംബത്തിൽ വന്ന് കയറിയ ഒരു വ്യക്തിയാണ് ജോളി. അപ്പം ജോളിക്ക് ഈ കാണാത്തതൊക്കെ കണ്ടപ്പോഴത്തേക്കും അവിടുത്തെ സമ്പന്നതയും അവിടുത്തെ സെറ്റപ്പോ കണ്ടപ്പോൾ ജോളിക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇങ്ങോട്ട് കര കയറി വന്നല്ലേ ഉള്ളൂ. ജോളിക്ക് അങ്ങ് ആർത്തിയായി അവിടുത്തെ എല്ലാ സമ്പാദ്യങ്ങളും സ്വത്തുക്കളും എല്ലാം കൈവശമാക്കണം. ജോളി നോക്കിയപ്പോൾ ജോളിക്ക് വേറെ വഴിയില്ല. അവിടുത്തെ അമ്മായി അമ്മയാണ് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ, അമ്മായി അച്ഛനും. അപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഈ അമ്മായി അമ്മ അങ്ങ് തീർത്ത് കളഞ്ഞാൽ പിന്നെ ഭരണം ജോളിയുടെ കയ്യിൽ കിട്ടുമെന്ന് ജോളി വെറുതെ ഒരു മോഹം ഉള്ളിൽ ഒളിപ്പിച്ച് നടന്നു. എന്തായാലും ജോളി ആദ്യം കൊല്ലാനായിട്ട് തിരഞ്ഞെടുത്തത് അമ്മായി അമ്മയാണ്. അവരെ അങ്ങ് തീർത്തു. പക്ഷേ അതാർക്കും ഒരു ഡൗട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു 6 വർഷം ജോളി വെയിറ്റ് ചെയ്തു. അമ്മായി അച്ഛനെ കൂടെ ഈ പരമ്പരയിൽ 2ാം സ്ഥാനക്കാരനാക്കി വെച്ചു. അതും ആർക്കൊരു സംശയം തോന്നിയില്ല, കാരണം പ്രായമുള്ള 2 വ്യക്തികളാണ്. അപ്പോൾ അവർ ആ പ്രായത്തിൻ്റേതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ വല്ലതും കൊണ്ടവർ മരണപ്പെട്ടതാകാം എന്ന് വിചാരിച്ച് പോസ്റ്റ്മോർട്ടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഒരു സ്വാഭാവിക മരണം അങ്ങനെ ചിന്തിച്ചോളൂ. അങ്ങനെ ഇരിക്കവേ ഈ ജോളിക്ക് പിന്നെ ഭർത്താവിനൊരു ശല്യം പോലെ തോന്നി. അപ്പം ഇവർക്കൊക്കെയും ജോളി സയനൈഡാണ് ഈ കൊലപാതകത്തിന് തിരഞ്ഞെടുത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ജോളിക്ക് ജോലിയൊന്നുമില്ല. ജോളി എല്ലാ ദിവസവും രാവിലെ ഒരു ബാഗൊക്കെ ആയിട്ട് ജോലിക്ക് പോകുന്നത് പോലെ പോകും, വൈകുന്നേരം തിരികെ വരും. അപ്പോൾ ജോളി ഭയങ്കര വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ജോലിക്ക് പോയിട്ട് വരുന്നതാണെന്നൊക്കെ ആദ്യം ഈ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ വിചാരിച്ചിരുന്നു. പക്ഷേ ജോളിക്ക് ജോലിയൊന്നുമില്ലെന്ന് ആ പുള്ളിക്കാരൻ, അതായത് ഈ ഹസ്ബൻഡ് മനസ്സിലാക്കിയപ്പോൾ പുള്ളിക്ക് സംശയം തോന്നി തുടങ്ങി. അദ്ദേഹം ജോളിയെ ക്വസ്റ്റ്യൻ ചെയ്യാനും വാച്ച് ചെയ്യാനും തുടങ്ങി. അത് ജോളിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഇതിനിടയിൽ ജോളിക്ക് ഈ ഭർത്താവിൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മകനുമായിട്ടൊരു അടുപ്പം ഉണ്ട്. ആ അടുപ്പം ഇങ്ങനെ കൂടി വന്നപ്പോൾ പിന്നെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയാൽ മതിയെന്ന് ജോളിക്കൊരു തോന്നൽ വന്നു. അപ്പോൾ ജോളി എന്ത് ചെയ്തു, അയാളെ കൂടെ വക വരുത്താനായിട്ട് സയനൈഡിൽ വീണ്ടും സയനൈഡ് കലർത്തി എന്തോ കടലക്കറിയിലോ എങ്ങണ്ട കൊടുത്തു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജോളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും ഒരു സംശയം തോന്നുന്നുണ്ടായിരുന്നില്ല, കാരണം അവിടെ സംശയിക്കത്തക്ക ഒന്നുമില്ല. പക്ഷേ ഈ ജോളിയുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ജോളിയുടെ അമ്മായി അച്ഛന് ഒരു സംശയം തോന്നി. ഇത് അന്വേഷിക്കണം
ഇതിങ്ങനെ പരമ്പരയായിട്ട് ഇങ്ങനെ അവിടെ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്നാൽ പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തണം, ഇതിനെപ്പറ്റി അന്വേഷിക്കണം എന്ന് അയാൾ ഒന്ന് ശടിച്ചു. ആഹാ, പിന്നെ നമ്മുടെ ജോളി മിണ്ടാതിരിക്കുമോ? ഇനി ഇയാൾ ഈ കേസും കൂട്ടമായിട്ട് മുമ്പോട്ട് പോയാൽ പിടികൂടപ്പെട്ടെങ്കിലോ എന്ന് വിചാരിച്ച് ജോളി നേരെ ചെന്ന് ആ അമ്മായി അച്ഛൻ്റെ അനിയനെ അയാളുടെ ഭാര്യ വീട്ടിലില്ലാത്ത തക്കം നോക്കി അവിടെ മദ്യത്തിൽ സയനൈഡ് ഒഴിച്ചു. അയാൾ വന്നെടുത്ത് കുടിച്ചു, അയാളും മരണപ്പെട്ടു. പിന്നെ ജോളിക്ക് അവിടെ തടസ്സം ആരാണ്? അനിയനെ എന്തായാലും ജോളി കെട്ടും. അങ്ങനെ ഇരിക്കവേ അയാൾക്കൊരു ഭാര്യയും കുഞ്ഞും ഉണ്ട് ഈ അനിയന്. എന്നാലും ജോളിക്ക് അയാളെ വേണം. അപ്പോൾ ജോളി എന്ത് ചെയ്തു? ഇനിയിപ്പോൾ ആ അമ്മയും കുഞ്ഞും അവിടെ തടസ്സക്കാരാണ്. ജോളി നേരെ ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ ആ കുഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്ന ഫുഡിൽ നേരെ കൊണ്ടുവന്ന് സയനൈഡ് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ജോളി ആ അമ്മയും കുഞ്ഞിനെയും കൂടെ ഈ ലോകത്തു നിന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ടൊരു കള്ള വിൽപ്പത്രം എഴുതിയുണ്ടാക്കി. അതായത് അമ്മായി അച്ഛൻ എല്ലാ വസ്തുവകകളും ജോളിയുടെ പേരിൽ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി വെച്ചു എന്നുള്ള ഒരു വിൽപ്പത്രവും ജോളി ഉണ്ടാക്കി. നോക്കണേ, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അവർ എന്തൊക്കെ ചെയ്തു കൂട്ടാമോ? ഇതൊക്കെ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഈ സ്ത്രീ ആ വീട്ടിൽ എങ്ങനെ കിടന്ന് ഉറങ്ങി? അങ്ങനെ ഈ കള്ള വിൽപ്പത്രം ഉണ്ടാക്കിയ സമയത്താണ് വിദേശത്തുള്ള ബന്ധു അറിഞ്ഞിട്ട് അവർ വന്ന് ഈ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കാനും ഇവൾ പിടിയിലാകാനും ഒക്കെ കാരണമുണ്ടായത്. അതിനിടയ്ക്ക് ഈ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയെ ഇവർ കൊന്നു. അങ്ങനെ ഇവർ കൊലപാതക പരമ്പരകളൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് നടത്തിയിട്ട് വലിയ ആളായി ആ വീട്ടിൽ വിലസി നടക്കുമ്പോഴാണ് വിദേശത്തു നിന്ന് ബന്ധുക്കൾ വന്ന് ഇവളുടെ കള്ളങ്ങളെല്ലാം പൊളിച്ചടുക്കിയത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ജയിലിൽ പോയിട്ട് ജയിലിനകത്ത് ഇവർക്ക് ഈ ഡ്രസ്സൊക്കെ ആരാണ് കൊടുത്തത്? ഒന്നും രണ്ടുമല്ല, 6 പേരെ പരമ്പരകളായിട്ട് കൊലപ്പെടുത്തി പൊടി കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ അവളുടെ ജീവിത സൗകര്യത്തിനും അവളുടെ സുഖജീവിതത്തിനും പൊടി കുഞ്ഞൊരു തടസ്സമാണെന്ന് പറഞ്ഞു ആ പിഞ്ചു പൈതലിനെ പോലും വളരെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയ ഇവൾ ജയിലിനകത്ത് പഠിക്കുന്നു, കൂടിയ തരം ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നു, ഫാഷനായിട്ട് നടക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇവൾക്ക് അനുവാദം കൊടുക്കുന്ന ആരാണ്? സാധാരണ നമ്മൾ ജയിൽ പുള്ളികൾ കോടതിയിൽ വിചാരണയ്ക്ക് കൊണ്ടുവരുമ്പോഴോ എന്തൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, വിലങ്ങൊക്കെ ഇട്ട് സാധാ ഒരു ഡ്രസ്സ് എന്തെങ്കിലും അങ്ങനെയൊക്കെ വരുന്നതേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ സ്ത്രീ പൊതുസമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഇവർ ഈ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? പഠിച്ചിട്ട് ഇനി ഇവർ ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ ആരെങ്കിലും ഇവർക്ക് ജോലി കൊടുക്കുമോ? പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള എന്താണെന്ന് പറഞ്ഞാൽ ആളുകൾക്കോ കുറ്റം ചെയ്താൽ ഇത്രയൊക്കെ ഉള്ളൂ. കണ്ടില്ലേ, 6 പേരെ കൊന്ന ജോളി അതെ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് പരീക്ഷ എഴുതാൻ വരുന്നു. ജോളിക്ക് അവിടെ പിന്നെ യാതൊരു തടസ്സങ്ങളും ഇല്ല, വളരെ സന്തോഷവതിയായിട്ട് സംസാരിച്ച് കളിച്ച് ചിരിച്ചൊക്കെ വന്ന് പരീക്ഷ എഴുതിയിട്ട് പോകുന്നു. ഇത് മറ്റുള്ള ആൾക്കാർ കാണുമ്പോൾ എന്താ വിചാരിക്കുക? ഒരു കൊലപാതകി 6 എണ്ണത്തിനെ ഒരുമിച്ച് ഇല്ലാതാക്കി തീർത്തിട്ട് ഒരിക്കലും ഇവളെ പുറം ലോകം കാണിക്കരുതായിരുന്നു. അങ്ങനെയുള്ള അവൾ ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പോലും ഈ സ്ത്രീക്കൊരു ലജ്ജ ഉണ്ടായില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം ഇവൾ ചെയ്തു കൂട്ടിയത് അത്ര നിസ്സാരമായ പ്രവൃത്തിയല്ല. ഇപ്പോൾ ഒന്നിനെ കൊന്നാലും 9 പേരെ കൊന്നാലും ശിക്ഷ ഇതൊക്കെ തന്നെയാണ്. ജയിലിൽ പോവുക, പിന്നെ അവിടെ നല്ല പിള്ള ചമഞ്ഞ് നടക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഇളവൊക്കെ ഉണ്ടായെന്ന് വരും. ജോലി ചെയ്താൽ സാലറി കിട്ടും, പഠിക്കേണ്ടവർക്ക് പഠിക്കാം.
സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളതിനെയൊക്കെ ഒരിക്കലും പുറം ലോകം കാണിക്കാൻ അനുവദിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത്ര പേരെയൊക്കെ കൊന്നു ഒരു കുടുംബത്തിനെ മുടിച്ചിട്ട് അവൾ പരീക്ഷ എഴുതി, അവൾ ജോലിയൊക്കെ നേടി, ഇവൾ ഈ സമൂഹത്തിൽ വന്ന് അന്തസ്സായിട്ട് ജീവിക്കാൻ ഇവളെ അനുവദിക്കണം? ഡ്രസ്സ് ധരിക്കാം, ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യമാണ് അവർക്ക് എന്ത് തരം ഡ്രസ്സ് ധരിക്കണമെന്നൊക്കെ. പക്ഷേ ഇത്രയും കൊലപാതക പരമ്പരകൾ തന്നെ ചെയ്ത ഈ ഒരു സ്ത്രീയെ ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഏതൊരു വ്യക്തികളും നല്ല ഡ്രസ്സൊക്കെ ധരിക്കണം. അപ്പോൾ ശരി, ഒരു ചുരിദാർ ഇടാമല്ലോ, അല്ലെങ്കിൽ ഒരു സാരി ഉടുക്കാമല്ലോ. ഇത്രയും കോട്ടൊക്കെ ഇട്ട് അതിൻ്റെ അടിയിലൊരു ഉടുപ്പൊക്കെ ഇട്ട് പിന്നെ ജീൻസ് പാൻറ്റൊക്കെ ഇത്രയും സ്റ്റൈലിഷായിട്ട് ഈ കൊലപാതകിയെ കൊണ്ടുവരണമായിരുന്നു. ഈ സ്ത്രീക്കൊരു ലജ്ജ തോന്നിയില്ലേ എന്നാണ് എൻ്റെ മനസ്സിൽ. ഈ ആൾക്കാരുടെ ഇടയിൽ ആ എക്സാം ഹാളിൻ്റെ അകത്തൊക്കെ ചെന്നിരുന്നപ്പോൾ മറ്റ് എക്സാം എഴുതുന്നവരും സൂപ്പർവിഷന് നിൽക്കുന്നവരും ഒക്കെ ഇവളെ ശ്രദ്ധിക്കൂലേ? അപ്പോൾ ഈ സ്ത്രീ എന്ന് പറയുന്നത് യാതൊരു ഉളുപ്പുമില്ലാത്തൊരു സ്ത്രീയാണ്. അല്ലെങ്കിൽ അവർ ഈ പൊതു ജനമധ്യത്തിൽ ഇത്രയും സഞ്ചരിച്ച് വന്ന് പരീക്ഷ എഴുതാനൊക്കെ ഇവളെ എന്തിന് പരീക്ഷ എഴുതിപ്പിക്കുന്നു? 6 എണ്ണത്തിനെ കൊലപ്പെടുത്തിയിട്ട് ജയിലിൽ കിടക്കുന്ന ഇവൾ പരീക്ഷ എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? വളരെ എനിക്ക് കണ്ടപ്പം ദേഷ്യവും എന്തൊക്കെയോ അങ്ങും മനസ്സിൽ വന്നു. ഇവൾക്ക് സമൂഹത്തിനും മാതൃകയായിട്ട് കൊടുക്കാൻ എന്തെങ്കിലും ഇവളുടെ കയ്യിലുണ്ടോ? ഒന്നുമില്ലല്ലോ. ചെയ്തു കൂട്ടിയത് അത്രയും ദൈവത്തിനോ മനുഷ്യർക്കോ പൊറുക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ചെയ്തു വച്ചേക്കുന്നത്. എന്നിട്ടും അവൾക്ക് പരീക്ഷ എഴുതാനായിട്ട് പിന്നെ എല്ലാ സെറ്റപ്പോടും കൂടി അവൾ ആ പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്ന് പരീക്ഷ എഴുതാൻ അനുവദിച്ചു. ഭയങ്കര മോശമായി. ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എത്ര പേരെ കൊന്നിട്ട് ആ സ്ത്രീയുടെ മുഖത്ത് ഒരു ഒരു പശ്ചാത്താപമോ ഒരു വിഷമമോ അല്ലെങ്കിൽ ഒരു ചമ്മലോ ഒന്നും ഇല്ലാതെ വളരെ ഹാപ്പിയായിട്ട് അവർ വന്ന് നിൽക്കുകയാണ് പരീക്ഷ എഴുതാനായിട്ട്, ഇത്രയും ടോപ്പ് ഡ്രസ്സൊക്കെ ധരിച്ചിട്ട്. കണ്ടാൽ നമുക്ക് ഒന്നും ഭയങ്കര ഒരു സെലിബ്രിറ്റി ഇങ്ങോട്ട് വരുവാണെന്ന്. ഇവളെയൊക്കെ പരീക്ഷ എഴുതി ഇനി ജോലിയൊക്കെ കിട്ടാൻ ഒന്നിന് ഇതിനെ തുറുങ്കിനകത്ത് തന്നെ ഇട്ടേക്കണം. ഇവളെ വെളിയിൽ വിടരുത്, ഇവളെ പുറം ലോകം കാണാൻ അനുവദിക്കരുത്. ഒരു കുടുംബത്തിനെ മൊത്തത്തിൽ ഇല്ലാതാക്കിയിട്ട് അവൾ പരീക്ഷ എഴുതാനായിട്ട് വന്നേക്കുന്നു. കൂടത്തായി ജോളി, ആ പേര് കേൾക്കുന്നത് തന്നെ അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇത് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.